ഹായ് എവ്രി വൺ. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് അബ്സല്യൂട്ട് ആൻഡ് കണ്ടീഷണൽ കൺവെർജൻസ് ഓഫ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ്. നമ്മളിങ്ങനെ ഒരു ടോപ്പിക് ഫസ്റ്റ് കൈൻഡിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എപ്പോഴാണൊരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണ്, അതല്ലെങ്കിൽ കണ്ടീഷണലി കൺവെർജൻ്റ് ആണെന്ന് പറയാൻ നോക്കാം. We say that the improper integral a to b f of x dx is absolutely convergent if integral a to b mod f of x dx converges. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി മോഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവേർജൻ്റ് ആയാൽ നമുക്ക് പറയാം ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്ന് പറയാം. അതായത് മോഡ് വാല്യൂം കൂടെ കൺവേർജൻ്റ് ആവണം. ഇനി integral a to b f of x dx converges, but integral a to b mod f of x dx diverges. Then integral a to b f of x dx is called conditionally convergent. അതായത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവേർജ് ചെയ്യും, പക്ഷേ അവയുടെ മോഡ് വാല്യൂ അതായത് ഇൻ്റഗ്രൽ എ ടു ബി മോഡ് എഫ് ഓഫ് എക്സ് ഡി എക്സോ ഡൈവേർജ് ചെയ്യും. അത്തരം കേസിൽ നമ്മൾ പറയും ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് കണ്ടീഷണലി കൺവേർജൻറ്റ്. ഓക്കെ, ഒരു തിയറം ഉണ്ട്. ഇഫ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവേർജസ് അബ്സല്യൂട്ട്ലി ദെൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവേർജസ്. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നത് കൺവേർജസ് അബ്സല്യൂട്ട്ലി ആണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്തായാലും കൺവേർജ് ചെയ്യും. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ 0 to 1 sin x by x raised to p dx p greater than 0 converges absolutely for p less than 1. ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ്റഗ്രൽ 0 to 1 sin x by x raised to p dx p greater than 0 converges absolutely for p ലെസ് ദാൻ 1. അപ്പോൾ കൺവേർജസ് അബ്സല്യൂട്ട്ലി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കൺവേർജസ് അബ്സല്യൂട്ട്ലി അറിയുമ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി മോഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവേർജൻ്റ് ആവണം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? സൈൻ എക്സ് ബൈ എക്സ് റൈസ് ടു പി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഒരു ഫങ്ഷൻ കൺവേർജസ് അബ്സല്യൂട്ട്ലി എന്നാണ്. അപ്പം we have to prove that നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇൻ്റഗ്രൽ 0 to 1 മോഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മോഡ് എഫ് ഓഫ് എക്സ് എന്താണെന്ന് നോക്കാം. സോ മോഡ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ എന്തായിരുന്നു? സൈൻ എക്സ് ബൈ എക്സ് റൈസ് ടു പി ആ. ഇപ്പോൾ സൈൻ എക്സ് ബൈ എക്സ് റൈസ് ടു പി മോഡ് വാല്യൂ ദാറ്റ് ഈസ് മോഡ് സൈൻ എക്സ് ബൈ എക്സ് റൈസ് ടു പി. കാരണം 0 to 1 നമ്മുടെ ലിമിറ്റ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ മോഡ് എക്സ് റൈസ് ടു പിയുടെ ആവശ്യമില്ല, കാരണം എക്സ് വാല്യൂസ് ഫ്രം 0 to 1. 0 1 പോസിറ്റീവ് അല്ലേ. ഇനി സൈൻ എക്സിൻ്റെ വാല്യൂ മാക്സിമം ഏത് വരെ വരാം? 1 വരെ. ഇപ്പോൾ 1 ബൈ എക്സ് റൈസ് ടു പി. ഓക്കെ, അതാണ് നമുക്ക് കിട്ടിയത്. മോഡ് എഫ് ഓഫ് എക്സ് എന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ എക്സ് റൈസ് ടു പി എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് കമ്പാരിസൺ ടെസ്റ്റ് ഇവിടെ ഉപയോഗിക്കാം അല്ലേ. കമ്പാരിസൺ ടെസ്റ്റ് എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ ഈ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ജി ഓഫ് എക്സ് കൺവേർജൻ്റ് ചെയ്താൽ താഴെയുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഈ 1 ബൈ എക്സ് റൈസ് ടു പി എഴുതുന്ന ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യോ ഡൈവേർജ് ചെയ്യോ നോക്കാം. അപ്പം ഇൻ്റഗ്രൽ 0 to 1 ബൈ എക്സ് റൈസ് ടു പി ഡി എക്സ് ഈസ് ഈക്വൽ ടു, അത് ഞാൻ ഇൻ്റഗ്രൽ 0 to 1 ബൈ എക്സ് മൈനസ് 0 റൈസ് ടു പി ഡി എക്സ് എന്ന് എഴുതി.
അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു റിസൾട്ടിൽ നമുക്ക് ഇൻ്റഗ്രൽ എ ടു ബി 1/x മൈനസ് എ ഹോൾ റേസ് ടു പി ഡി എക്സ് എപ്പോഴാണ് കൺവേർജ് ചെയ്യാനുള്ള ഒരു റിസൾട്ട് ഉണ്ടല്ലോ. ഇറ്റ് ഈസ് കൺവേർജസ് ഇഫ് പി ലെസ് ദാൻ 1. പി എന്നത് 1-നേക്കാളും താഴെയാണെങ്കിൽ നമുക്ക് ഈ ഒരു റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഇതേപോലെയാണത്. കാരണം ഇൻ്റഗ്രൽ 0 to 1, അതായത് എക്ക് 0 ബിക്ക് 1, 1/x മൈനസ് എ എന്നുള്ള സ്ഥാനത്ത് x മൈനസ് 0 എന്ന് വന്നു, റേസ് ടു പി. ഇതേ ഫോമിൽ തന്നെയാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇത് എപ്പോഴാണ് കൺവേർജ് ചെയ്യാം? പി എന്നത് 1-നേക്കാളും താഴെയാവുമ്പോൾ കൺവേർജസ് ഇഫ് പി ലെസ് ദാൻ 1. അപ്പോൾ സോ ഇൻ്റഗ്രൽ, അതായത് ഈ ഇൻ്റഗ്രൽ എന്നത്, ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്നത് ഇൻ്റഗ്രൽ 0 to 1 1/x raised to p dx converges if p less than 1. അപ്പോൾ p ലെസ് ദാൻ 1 ആവുമ്പോൾ ഇത് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം അപ്പോൾ അതിൻ്റെ താഴെയുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ ബൈ കമ്പാരിസൺ ടെസ്റ്റ് നമുക്ക് എന്തെന്നോ ഇൻ്റഗ്രൽ 0 to 1 1/x raised to p dx converges if p less than 1, which implies integral 0 to 1 mod sin x by x raised to p അല്ലെങ്കിൽ mod f of x. നമുക്കൊരു സെൻറ്റൻസ് കൂടെ എഴുതാം. കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം ഇതിൻ്റെ താഴെയുള്ള ഫംഗ്ഷൻ പറഞ്ഞാൽ mod f of x dx കൺവേർജസ്. mod f of x dx പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to 1 mod sin x by x raised to p dx converges. ഓക്കെ, അപ്പോൾ ഈ മോഡ് വാല്യൂ കൺവേർജൻ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? ഇൻ്റഗ്രൽ 0 to 1 ആ ഫംഗ്ഷന് sin x by x raised to p dx converges absolutely. മോഡ് വാല്യൂ കൺവേർജ് ചെയ്തില്ലേ? അപ്പം നമ്മുടെ ഫംഗ്ഷൻ കൺവേർജസ് അബ്സല്യൂട്ട്ലി. ഓക്കെ, നിങ്ങൾ നോട്ട് ഇതേപോലെ എഴുതുക. ആദ്യം മോഡ് സൈൻ എക്സ് ബൈ എക്സ് റേസ് ടു പി എന്നത് ലെസ് ദാൻ ഈക്വൽ ടു 1/x റേസ് ടു പി ആക്കും. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 1/x റേസ് ടു പി ഡി എക്സ് കൺവേർജസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് പി ലെസ് ദാൻ 1. ഹെൻസ് ബൈ കമ്പാരിസൺ ടെസ്റ്റ് ഇതേപോലെ തന്നെ നോട്ട് എഴുതുക കേട്ടോ. ഓക്കെ, താങ്ക് യു.